നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ICL FinCorp 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വിധിയെഴുത്തു നാളെ. 57 മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. BJPയും ഇന്ത്യ മുന്നണിയും ഒരേപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ നിർണായകമാണ്. നാളെ വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. ജൂൺ 4 ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 19 തുടങ്ങിയ വിധിയെഴുത്തിന്റെ അവസാന ഘട്ടമാണ് നാളെ. ഇത്തവണ പോളിംഗ് 7 ഘട്ടമായിരുന്നു. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. BJPയ്ക്കും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കും ഏഴാം ഘട്ടം നിർണായകമാണ്. ബംഗാളും ഉത്തർപ്രദേശും ഹിമാചലും അവസാനഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. 200-ലധികം തെരഞ്ഞെടുപ്പ് റാലികളിൽ BJPയുടെ താരപ്രചാരകനായി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. രാഹുലും പ്രിയങ്കയും കോൺഗ്രസിന്റെ തേരുതെളിച്ചു. ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളും BJPയെ വെല്ലുവിളിച്ചു. നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോളുകൾ പുറത്തുവരും. വിവിധ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും പ്രവചനങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ഇന്ത്യ മുന്നണിയുടെ യോഗം നാളെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. മമതാ ബാനർജി യോഗത്തിനെത്തില്ല. നാളത്തെ വോട്ടിംഗ് പൂർത്തിയാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാർ ഓർമ്മയായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഭരണത്തുടർച്ച ഉറപ്പിച്ച NDA സത്യപ്രതിജ്ഞാ തീയതി വരെ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 ചൊവ്വാഴ്ച വിധി ദിനം. ആര് വാഴും ആര് വീഴുമെന്ന് അന്നറിയാം. അതുവരെ അവകാശവാദങ്ങളുടെ പെരുമഴ. ജനവിധിയുടെ സമ്പൂർണ്ണ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സുസജ്ജം. വിധിദിനത്തിൽ രാവിലെ 5 മുതൽ പ്രത്യേക സംപ്രേഷണം തുടങ്ങും. ന്യൂസ് ഡെസ്ക് 24. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം 2ാം ദിവസം തുടരുകയാണ്. ധ്യാനനിരതനായ നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. സാഗരങ്ങളുടെ സംഗമസ്ഥാനത്ത് സൂര്യാസ്തമയം കണ്ട് ഇന്നലെ വൈകിട്ട് 6:45 നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനത്തിനിടെ പ്രധാനമന്ത്രി കഴിക്കുക ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം. കരിക്കും മുന്തിരി ജ്യൂസും ചൂടുവെള്ളവുമാണ് പ്രധാനം. ഈ സമയം അത്രയും മോദി മൗനവ്രതത്തിലായിരിക്കും. ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. ദൂരദർശനും ANIക്കും മാത്രമാണ് വിവേകാനന്ദ പാറയിൽ റിപ്പോർട്ടിങ്ങിനായി പ്രവേശനമുള്ളത്. നരേന്ദ്രമോദിയുടെ ധ്യാന നിമിഷങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വെള്ളവസ്ത്രത്തിൽ ധ്യാനം തുടങ്ങിയ പ്രധാനമന്ത്രി 2ാം ദിനം കാഷായ വസ്ത്രത്തിലാണ്. 2019 കേദർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും നരേന്ദ്രമോദി കാഷായ വസ്ത്രത്തിലായിരുന്നു. കന്യാകുമാരിയുടെ കടലിലും കരയിലും ശക്തമായ സുരക്ഷാ വലയമുണ്ട്. നാവികസേനയും തീരസംരക്ഷണ സേനയും കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. 2000 പോലീസുകാരാണ് കരയിൽ കാവലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന നാളെ വൈകിട്ട് വരെ നരേന്ദ്രമോദി ധ്യാനത്തിൽ തുടരും. 3:30 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി വാരണാസിയിലേക്ക് തിരിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം ആത്മീയമല്ല, രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ജ്ഞാനോദയമാണ് ലക്ഷ്യമെന്ന് BJP ന്യായീകരിക്കുന്നു. എന്തായാലും ധ്യാനത്തിലൂടെ ജ്ഞാനമാണോ വോട്ടാണോ കിട്ടുന്നതെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴ വ്യാപക നാശനഷ്ടം വിതച്ചു. തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കാറിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. കരിപ്പിലങ്ങാട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. മൂലമറ്റത്ത് തോടുകൾ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. മണപ്പാട് ചപ്പാത്ത് കരകവിഞ്ഞു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് കനത്ത മഴ. ഈരാറ്റുപേട്ട, എരുമേലി, തീക്കോയ് മേഖലകളിൽ മഴ നാശം വിതച്ചു. ഇടുക്കിയിൽ ജില്ലാ കളക്ടർ രാത്രി യാത്ര നിരോധിച്ചു. ഇടുക്കിയിലെ മഴ സാഹചര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഈ കാണുന്ന പോലെ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂലമറ്റം താഴ്വാരം
കോളനി ഭാഗത്താണ്. ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ ഒരല്പം ശമിച്ചതുകൊണ്ട് ഇനി കൂടുതൽ വെള്ളം ഒഴുകി എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇവിടെയുള്ള ആളുകളും പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പത്തെ വർഷങ്ങളിലും ഒരു മഴ പെയ്യുമ്പോൾ തന്നെ സമാനമായ രീതിയിലുള്ള പ്രശ്നം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും നടപടിയുണ്ടായില്ല എന്നുള്ളൊരു വലിയ പരാതി കൂടി ഇവർക്കുണ്ട്. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇന്ന് ശരിക്കും എന്താ മെമ്പറെ ഇവിടെ സംഭവിച്ചത്? 2:15 ചെറിയ രീതിയിൽ മഴ തുടങ്ങി. അതിനുശേഷം ഒരു 4 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ ആരംഭിച്ചത്. അത് മേഘവിസ്ഫോടനമാണെന്ന് തോന്നുന്നു. അത്രമേൽ ശക്തമായിരുന്നു. 2018 പ്രളയവും 21 കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിന് സമാനമായി അതിനേക്കാളും വലിയ തോതിലായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും മഴ ശക്തമായി പെയ്താൽ വലിയ തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. മാത്രമല്ല ഇന്ന് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കരിപ്പിലങ്ങാട് ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരു സ്ത്രീ കുടുങ്ങിയിരുന്നു. അവരെ പുറത്തെടുക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രിയാത്ര ഉൾപ്പെടെ ഇടുക്കിയിൽ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പ് കൂടിയുള്ള സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും വേണം എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൂലമറ്റം താഴ്വാരം കോളനിയിൽ നിന്നും അനുദൂനൊപ്പം രാഹുൽ വിജയൻ, 24. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ബസ്സിൽ കുടുങ്ങി യാത്രക്കാർ. മൂലമറ്റം മുതൽ കുളമാവ് വരെ 3 സ്ഥലത്താണ് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് മാറ്റാൻ കൂടുതൽ സമയമെടുക്കും. രാത്രിയിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സൈഡ് കെട്ടിയെന്ന് പറഞ്ഞാൽ ഇതിക്കുള്ള കെട്ടാനില്ല. ഇവിടുത്തെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായ എല്ലാ കാര്യവും ഇവിടെ ചെയ്തു. അവരെ വളരെ സംതൃപ്തരുമാണ്. ഇത്രയും ദൂരം ഇത്ര ഹൈറ്റ് കെട്ടിയിട്ടും ഇതൊരു തടി വന്ന് തങ്ങിയതാണ് ഒരു കാരണമായിട്ട് കാണുന്നത്. പിന്നെ മുകളിൽ നിന്ന് പെയ്ത്ത് വെള്ളം ഇറങ്ങി വരുന്നതാണ് ഇവിടെ വരുന്ന മറ്റൊരു വിഷയം. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന അപകടങ്ങളും പണ്ട് ഈ കാണുന്ന ഈ ഫാമും ഇതും എല്ലാം കൂടെ മുഴുവൻ തീർത്തു പോയതാണ്. അപ്പോൾ നമുക്കതൊരു ആശ്വാസകരം. എന്നാൽ ഇങ്ങനെ വെള്ളം വരുമ്പം ജനങ്ങൾ കുറെ കൂടി സുരക്ഷിതരായിരിക്കാൻ വേണ്ടി സ്വയം സുരക്ഷ കുറെ കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഏതായാലും ഒരു മണിക്കൂറിനകം വെള്ളം ഇറങ്ങുകയും ചെയ്തു. മാക്സിമം വന്നതിനാൽ 1 മണിക്കൂർ കൊണ്ട് ശാന്തമാവുകയും ചെയ്തു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 മരണം. കുട്ടനാട്ടിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. കോഴിക്കോട് ചേലമ്പ്രയിൽ 11-കാരൻ സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കൊല്ലം പത്തനാപുരത്ത് ആറ്റിൽ വീണ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് പൊലിഞ്ഞത് 3 ജീവനുകൾ. കുട്ടനാട് വീട്ടിൽ വെള്ളം കയറിയത് വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് ഗൃഹനാഥന് ദാരുണാന്ത്യം. പുളിങ്കുന്ന് സ്വദേശി മണിയനാണ് മരിച്ചത്. കോഴിക്കോട് ചേലേമ്പ്രയിൽ വീടിനു സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ 11 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. പാറയിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാദിലിനാണ് ജീവൻ നഷ്ടമായത്. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ പുള്ളിക്കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം പത്തനാപുരത്ത് ആറ്റിൽ വീണ സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. കമുകഞ്ചേരി സ്വദേശിനി വത്സലയുടെ മൃതദേഹമാണ് ആറിൽ നിന്ന് കണ്ടെടുത്തത്. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 7 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഇടി, മിന്നൽ, കാറ്റ് എന്നിവയോടുകൂടിയ മിതമായതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളക്കെട്ട്. ന്യൂറോ ICUവിന്റെ മുന്നിലും രോഗികൾക്കൊപ്പം എത്തിയ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലും വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മീനച്ചിൽ, മണിമലയാറുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തവണയും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? കോട്ടയത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? പ്രവിത, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായി പെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലും വെള്ളക്കെട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇത്തവണയും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള
ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. അങ്ങനെ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളക്കെട്ട് ഉണ്ടാവുകയായിരുന്നു എന്നാണ് അവിടെ ഉള്ളവർ, രോഗികൾക്കൊപ്പം കൂട്ടിരിക്കാൻ വേണ്ടി എത്തിയവർ നമ്മളോട് വിളിച്ച് പറയുകയും അതിന്റെ ദൃശ്യങ്ങൾ അയച്ചു തരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല, മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മീനച്ചിലാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായിട്ടുള്ള മഴയാണ് വിവിധ മേഖലകളിൽ കോട്ടയം ജില്ലയിൽ പെയ്യുന്നത്. പ്രവിത, ശരി, എന്തായാലും വയ്യാതെ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ വെള്ളക്കെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകാത്തത് അധികാരികൾക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിൽ പരസ്പരം പഴിചാരി ഭരണപ്രതിപക്ഷ പാർട്ടികൾ. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് CPIM-ഉം മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി. വെള്ളക്കെട്ടിന് ഉത്തരവാദി ഭരണസമിതി എന്നാരോപിച്ച് കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗം അലങ്കോലമായി. അതേസമയം മഴ കുറഞ്ഞതോടെ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ് കൊച്ചിക്കാർ. തകർത്തു പെയ്ത മഴ മാറിയതോടെയാണ് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കാനുള്ള കഷ്ടപ്പാടിലാണ് ആളുകൾ. ഞങ്ങൾ ക്ലീനിങ് ആദ്യത്തെ ഒരു ഘട്ടം നടത്തി. അത് നടത്തിയ ഒരുമാതിരി ഇരുന്നപ്പോഴാണ് അടുത്ത മഴയും വന്നത്. അടുത്ത മഴ വന്നിട്ട് വീണ്ടും അതിനേക്കാൾ ഉയരത്തിൽ വെള്ളം കയറി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ്. ഒന്നാമത് അങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ തെന്നി വീഴും, ആ ഒരു അവസ്ഥയിലാണ്. മഴക്കെടുതിയിൽ നാട് വലഞ്ഞിട്ടും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാരോപിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം. ഈ നാടിനെ ഒന്നിച്ചുകൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുത്തിട്ടുണ്ട്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ CPIM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധം. കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ മേയറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ വാക്പോര്. ലഘുമേഘ വിസ്ഫോടനമാണ് കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് മേയർ M. അനിൽകുമാർ വിശദീകരിച്ചു. കൊച്ചി നഗരത്തിലെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. ഇപ്പം ഞാൻ അസാധാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസാധാരണം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹളത്തിൽ മുങ്ങി കൌൺസിൽ യോഗം ഒടുവിൽ നിർത്തിവെച്ചു. കോർപ്പറേഷൻ അനാസ്ഥ ആരോപിച്ച് നാളെയും പ്രതിഷേധിക്കാനാണ് UDF-ന്റെ തീരുമാനം. 24 കൊച്ചി. കൊച്ചിയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയത്തിൽ പരസ്പരം പഴിചാരി ഭരണപ്രതിപക്ഷ പാർട്ടികൾ. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് CPM-ഉം മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ മതിയായ തെളിവുകളില്ലെന്ന് ഹൈക്കോടതി. കേസിൽ 19 പ്രതികൾക്കും കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് തെളിവില്ല എന്ന പ്രതിഭാഗവാദം കോടതി മുഖവിലേക്കെടുത്തു. വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക നിരീക്ഷണം നടത്തിയത്. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല. തൂങ്ങിയതിന്റെ മുറിവുകളല്ലാതെ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന പ്രതിഭാഗം വാദം വിശ്വസനീയമാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞ കോടതി സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. അതേസമയം കോടതിക്ക് വേണ്ടത് തെളിവുകളാണെന്നും അത് ലഭിക്കും മുമ്പേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു. ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നുവെന്നും വലിയ വിഷമത്തിലാണെന്നും സിദ്ധാർത്ഥന്റെ അമ്മ. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത്. കോടതിയല്ലല്ലോ ലാസ്റ്റ് വിധി, ദൈവമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്. പ്രതിഭാഗം, CBI, സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവരെ വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിടരുത്, പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നിങ്ങനെ കർശന ഉപാധികളോടെയാണ് ജാമ്യം. S. ശ്രീകാന്ത്, 24 കൊച്ചി.
24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ പോലീസിന് ഗുരുതര വീഴ്ച. സിഐ ആൻഡ്രിക് ഗ്രോമിക്കിന് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. തൃശൂർ റൂറൽ എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG കെ സേതുരാമൻ ഉത്തരവിട്ടു. വീഴ്ച സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് രജനി മണിലാൽ പ്രതികരിച്ചു. തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇപ്പം എനിക്കിവിടെ കിടന്നുറങ്ങാൻ പേടി. എൻ്റെ മോനെ ഉപദ്രവിച്ച് കൊണ്ടുപോയ പോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഞാനൊരു നാട്ടുമൃഗസ്ഥലത്തി 2 വാതിൽ 3 വാതിൽ അടച്ച് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണം ഞാനാണ്. എനിക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കണം. എനിക്കിപ്പോഴും കിടന്നുറങ്ങാനൊരു പേടി തോന്നുന്നു. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ CI ആൻഡ്രിക് ഗ്രോമിക് അറസ്റ്റ് ചെയ്തത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ റൂറൽ എസ്പിയുടെ റിപ്പോർട്ട്. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല. റൂബിനെ ലോക്കപ്പിനുള്ളിൽ വിവസ്ത്രനാക്കി നിർത്തിയത് പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG കെ സേതുരാമൻ ഉത്തരവിട്ടു. 15 ദിവസത്തിനകം ആൻഡ്രിക് ഗ്രോമിക്കിന് ചാർജ് മെമ്മോ നൽകും. നടപടിയുടെ ഭാഗമായുള്ള വകുപ്പുതല അന്വേഷണത്തിന് തൃശൂർ റൂറൽ അസിസ്റ്റന്റ് SPയെ ചുമതലപ്പെടുത്തി. വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അമ്മ രജനി മണിലാൽ ആവശ്യപ്പെട്ടു. നിരപരാധിയായ എൻ്റെ മോനെ ഇങ്ങനെ ശിക്ഷിച്ചതിന് അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കണം. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്നൊരു വിശ്വാസം. ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ CI ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മൊബൈൽ ഫോൺ ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 24 തൃശൂർ. കോഴിക്കോട് ചേമായൂർ ഇരിങ്ങാടൻ പള്ളിയിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. നടുവണ്ണൂർ കുട്ടാലിട സ്വദേശി റനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ചേവായൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. ഇരിങ്ങാടൻ പള്ളിയിലെ അമ്മാസ് ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ഒരാൾ ഇറങ്ങി. ഇയാൾ കുഴഞ്ഞു വീണതോടെ രക്ഷിക്കാനായി രണ്ടാമത്തെ ആളും ഇറങ്ങി. രണ്ടാമത്തെ ആളും കുഴഞ്ഞു വീണു. ഉടൻ 2 പേരും മരിക്കുകയും ചെയ്തു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇവരെ പുറത്തെടുത്തത്. ടാങ്കിന്റെ മൂടി തുറന്ന ഉടൻ തൊഴിലാളി ഇറങ്ങിയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഒരാഴ്ച അടച്ചിട്ട ശേഷം വൃത്തിയാക്കാനായി തുറന്നതായിരുന്നു. നാട്ടുകാർ കുറേ ആൾക്കാർ വന്നിട്ട് നോക്കി ഇറങ്ങാൻ വേണ്ടി, പക്ഷേ അതിൻ്റെ ആ ടാങ്കിൻ്റെ ടോക്സിക്കിൻ്റെ സ്മെല്ല്, ഗ്യാസിൻ്റെ സ്മെല്ല് കാരണം ആർക്കും അങ്ങോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം അത് വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ് ഫില്ല് ചെയ്യുന്ന ടാങ്കാണത്. ടാങ്കിൽ വെള്ളം ഒരു 2 അടിയൊക്കെ അത്രയും വെള്ളം ഉണ്ടാവുള്ളൂ. ശരി, ഇവർ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവർ ബിൽഡിംഗ് ഓണർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നൊരു അഗ്രിമെൻ്റ് ഉണ്ട്. കാരണം നമ്മളെ വേസ്റ്റും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണമല്ലോ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടാലിട സ്വദേശി റനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ ദേഹാസ്വസ്ഥ്യമുണ്ടായ ഹോട്ടലുടമ രാജശ്രീ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. 24 കോഴിക്കോട്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലുവ അമ്പാട്ടുകാവിൽ കേടായ ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കെട്ടിവലിക്കുന്നതിനിടെ വടത്തിൽ കുരുങ്ങി ഇരുചക്രവാഹന യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ആലുവ സ്വദേശി EA ഫഹദിനാണ് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷകൾ U-ടേൺ എടുത്തപ്പോൾ ഇരുചക്രവാഹനം വടത്തിൽ കുരുങ്ങിയായിരുന്നു അപകടം. പോലീസിന്റെ FIR-ൽ വടത്തിന്റെ കാര്യം പരാമർശിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം അതിരൂക്ഷം. ബീഹാറിൽ 40 പേർ മരിച്ചു. ഉത്തർപ്രദേശിലെ 2 ജില്ലകളിലായി 15 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മരിച്ചു. 30-ലേറെ ഉദ്യോഗസ്ഥർ സൂര്യാഘാതമേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്യുഷ്ണത്തിനിടെ ഡൽഹിയിൽ ജലക്ഷാമവും അതിരൂക്ഷമാണ്. കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിലിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസിന്റെ വിശദാംശങ്ങൾ RTO നാളെ കോടതിക്ക് കൈമാറും. മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കി ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ മുഖ്യകണ്ണി സുഹൈൽ പിടിയിൽ. കേരളത്തിൽ എയർ ഹോസ്റ്റസ്മാരെ ഏകോപിപ്പിച്ചിരുന്നത് സുഹൈലാണെന്നാണ് വിവരം. സ്വർണ്ണക്കടത്തിൽ കൂടുതൽ എയർ ഹോസ്റ്റസ്മാരിലേക്ക് DRI അന്വേഷണം വ്യാപിപ്പിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ കോടതി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവ് ശേഖരണത്തിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അംഗീകരിച്ചാണ് ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയുടെ ഉത്തരവ്.
പ്രാഥമിക ചോദ്യം ചെയ്യലും വൈദ്യപരിശോധനയും പൂർത്തീകരിച്ച് ഉച്ചയ്ക്ക് 3:30 പ്രജുലിനെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടു. പ്രജുൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്ന കണ്ടെത്തൽ SIT കോടതിയെ അറിയിച്ചു. വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രജുലിനെ കസ്റ്റഡിയിൽ വിടണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിച്ചാണ് കോടതി വിധി. അതേസമയം കേസിനെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് തന്നെ വേട്ടയാടിയെന്ന് പ്രജുൽ കോടതിയിൽ പറഞ്ഞു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും പ്രജുൽ കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത്തരം വാദങ്ങൾ പരിഗണിച്ച് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ കേസിൽ ജാമ്യം നൽകാൻ കോടതി തയ്യാറായില്ല. കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിനിടെ ഇരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ HD രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ചുള്ള പ്രത്യേക കോടതിയുടെ ഉത്തരവിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടു. ജാമ്യം റദ്ദാക്കണമെന്ന SITയുടെ ഹർജിയിൽ HD രേവണ്ണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 ബംഗളൂരു. കോഴിക്കോട് എലത്തൂരിൽ ആംബുലൻസ് എത്താൻ വൈകിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മീൻവണ്ടി തട്ടിമരിച്ച സ്കൂട്ടർ യാത്രികയായ സ്ത്രീയുടെ മൃതദേഹം 1 മണിക്കൂറോളം റോഡിൽ കിടന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടില്ല എന്നാരോപിച്ച് നാട്ടുകാർ ഏറെ സമയം വാഹനങ്ങൾ തടഞ്ഞു. ഇവിടെ ഈ പരിക്ക് പറ്റിയിട്ട് 25 പരിക്ക് പറ്റിയിട്ട് ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഇവിടുന്ന് ബൈക്കാരെടുത്തിട്ട് എലത്തൂർ സ്റ്റേഷനിൽ പോയിട്ട് ആർക്കും വരാൻ കഴിഞ്ഞില്ല. അതും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓല് വരുന്നത്. വന്നിട്ടാണ് ഇവിടെ ഈ വടിയും കുന്തായിട്ട് പോലീസ് എടുക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പോലീസ് ഇവിടെ എത്തിയത്. ആംബുലൻസിനെ സ്പോട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോലീസിനെ സ്പോട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കൂടി വന്ന് 600 മീറ്ററോളം എലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു 48 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരിവിടെ എത്തിയത്. അത് ബൈക്കായിട്ട് ആദ്യം 2 പോലീസുകാർ വന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോലീസുകാർ എടുത്തിയത്. അതുവരെ ഈ ബോഡി അതുവരെ ഞങ്ങൾ വണ്ടി വിടില്ല. മരിച്ചതിനെ കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. ജീവനുണ്ട് ഞങ്ങൾ എടുത്തു കൊണ്ടുപോയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയ ആളുകൾ തന്നെയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗിയായ ആദിവാസി യുവതി മരിച്ചു. അഗളി മേലെ കണ്ടിയൂർ സ്വദേശിനി സൗമ്യയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സ നൽകി വരവെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ 9 മെഡിക്കൽ കോളേജുകളിൽ പുതിയ പ്രിൻസിപ്പൽമാരെ നിയമിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ, സ്പെഷ്യൽ ഓഫീസർ, പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ കഴിഞ്ഞ മാസവും ഇന്നുമായി വിരമിച്ച സാഹചര്യത്തിലാണ് നിയമനം. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിൽ 9 പുതിയ RRTകൾ രൂപീകരിച്ചു. മന്ത്രിസഭായോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. RRTകൾക്കായി 9 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, 9 ഫോറസ്റ്റ് ഡ്രൈവേഴ്സ്, 9 പാർട്ട് ടൈം സ്വീപ്പർ എന്നീ തസ്തികകളും സൃഷ്ടിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ KK സജുവിനെ നിയമിച്ചു. നിലവിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത മാസം 24 മാറ്റി. അതിജീവിതയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ ഗ്രൂപ്പ് നടപ്പാക്കി വരുന്ന ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള വിപുലീകരണ പരിപാടിക്ക് തുടക്കമായി. ദിനംപ്രതി 31,000 പേർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നുണ്ട്. വിപുലീകരണത്തിന്റെ ഭാഗമായി അടുത്ത വർഷം പ്രതിദിനം 51,000 പേർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യും. നിലവിൽ രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിലെ 37 നഗരങ്ങളിലാണ് ഭക്ഷണം എത്തിക്കുന്നത്. പദ്ധതി വിപുലീകരിക്കുന്നതോടെ 16 സംസ്ഥാനങ്ങളിലെ 70 നഗരങ്ങളിൽ ഭക്ഷണം എത്തിക്കും. ആഫ്രിക്കയിലെ സാംബിയയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പോഷക സമൃദ്ധമായ ഭക്ഷണപ്പൊതികൾ എത്തിക്കാൻ പദ്ധതിയുണ്ട്. വിപുലീകരണത്തിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, MLA മാരായ PTA റഹീം, തോട്ടത്തിൽ രവീന്ദ്രൻ, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പരാമർശം അപമാനകരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് DYFI ആവശ്യപ്പെട്ടു. ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ ലോകത്തിന് സിനിമയുടെ ആവശ്യമില്ലെന്ന് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതി. നരേന്ദ്രമോദിക്കെതിരെ സംവിധായകൻ ലൂവിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദു മഹാസഭയുടെ പ്രേതം ബാധിച്ചെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗോഡ്സെയെ പോലെ ഗാന്ധി ഘാതകരിൽ നിന്ന് പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം പരാമർശം നടത്തിയതെന്നും രമേശ് ചെന്നിത്തല.
അദ്ദേഹം കേവലം ഒരു സിനിമയുടെ മാത്രമാണ് ലോകത്തെ തലമുറകൾ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നാഥുറാം ഗോഡ്സെയെ പോലെയുള്ള ഗാന്ധിഘാതകരുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പരിശീലനം കിട്ടിയതുകൊണ്ടാകാം. ഗാന്ധി സിനിമ ഇറങ്ങുന്നതിനു മുൻപേ മഹാത്മാഗാന്ധിയെ ലോകം ആരാധിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്കത് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നത് കഷ്ടമാണെന്നായിരുന്നു ദീപികയുടെ മുഖപ്രസംഗം. ഗാന്ധിജിയെക്കുറിച്ച് അറിയാത്തവരുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അറിവ് എന്താണെന്ന ചോദ്യവും മുഖപ്രസംഗത്തിലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് മോദി നടത്തിയതെന്ന് DYFI ദേശീയ അധ്യക്ഷൻ A റഹീം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ ലൂയിത് ബർമൻ ഗുവാഹത്തി പോലീസിൽ പരാതി നൽകി. ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം നിന്ദ്യവും അപകീർത്തികരവുമെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ് ഇനി. കുവൈറ്റ് KMCC യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. കുവൈറ്റിൽ നിന്ന് ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രവിത, കുവൈറ്റ് KMCC യോഗത്തിലാണ് കയ്യാങ്കളി നടന്നത്. കുവൈറ്റിലെ അബ്ബാസിയിലുള്ള യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് KMCCയുടെ ഇരുവിഭാഗവും തമ്മിലുള്ള പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കയ്യാങ്കളിയിൽ അവസാനിച്ചത്. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെയും സംഘത്തിന്റെയും പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടന്നത്. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനാണ് ഇവർ എത്തിയത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ കുവൈറ്റിൽ എത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നീ മുതിർന്ന ലീഗ് നേതാക്കളാണ് കുവൈറ്റിൽ എത്തിയിരുന്നത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. PMA സലാമിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു സംഭവം. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചെങ്കിലും തിരിച്ചു കയറിയ വിഭാഗം ഇത് നിരസിക്കുകയും ഹാളിൽ തുടരുകയും ചെയ്തു. ഇതോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ യോഗം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാവും. ശരി, കുവൈറ്റിൽ നിന്ന് 24 പ്രതിനിധി ഗിരീഷ് ഒറ്റപ്പാലമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റ് KMCC യോഗത്തിലാണ് കയ്യാങ്കളി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.